നമ്മുടെ ജില്ല സാക്ഷ്യം വഹിക്കുന്നത്. അത് പരമാവധി നമ്മളെ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. അതുതന്നെയാണ് വിദ്യാഭ്യാസ മേഖലക്കകത്ത് വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ. വിദ്യാർത്ഥി അടിസ്ഥിതമാകണം വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ തന്നെയാണ് കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മളെ രക്ഷിതാക്കൾക്ക് അത് വേണ്ടത്ര ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പഠനമെന്ന് പറയുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകണം, പക്ഷേ പലപ്പോഴും അങ്ങനെ ആകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമ്പോൾ ആ മാറ്റത്തിലേക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ പോരായ്മയായി നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഏത് എതിർപ്പിനെയും അതുപോലെ ഉപേക്ഷിച്ചു പോകുക എന്നുള്ളതല്ല. ഇപ്പോൾ ഈ വർഷം മുതൽ പൂർണ്ണമായും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി തന്നെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാറ്റം ഈ മേഖലക്കകത്ത് ആകെ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം എല്ലാം വിവാദമാക്കുക, എല്ലാത്തിനെയും വിവാദമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ കേരളം ഒരു വലിയ നദിയിൽ ലോകത്തിന് മാതൃകയായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ നേട്ടങ്ങളും വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും നേട്ടങ്ങളെയും പിന്നോട്ടടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായി ജാതി മത വർഗീയ ശക്തികളുടെ അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന അതിനു വേണ്ടിയുള്ള വിവാദങ്ങളുണ്ടാക്കി നമ്മളെയെല്ലാം മനസ്സിനകത്തേക്ക് മറ്റ് പുരോഗമന ആശയത്തിന് പകരം അല്ലെങ്കിൽ ശാസ്ത്ര ബോധത്തിന് പകരം ജാതിയും മതവും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് അന്ധവിശ്വാസങ്ങളും നമ്മളെല്ലാം കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ചില ഊതികളുടെ പ്രചരണം നമ്മളെല്ലാം മേഖലക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ കേരളീയ സമൂഹം അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും ചില ആളുകൾ അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ തന്നെ കൂടി ആ നിലയിൽ കേരളത്തിൻ്റെ പുരോഗതിയെ തടയാൻ ആവശ്യമായിട്ടുള്ള നിലയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കേവലം ഒരു നിങ്ങൾക്കുള്ള സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ വലിയ സന്ദേശമാണ് ഇത്തരം സംഘടനകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമെല്ലാം നൽകുന്നത്. ഇതെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. വ്യക്തിപരമായി നിങ്ങൾക്കുണ്ടായ നേട്ടത്തോട് പങ്കുചേരുമ്പോൾ നിങ്ങൾ ചേർത്ത് നിർത്താൻ സഹകരണ പ്രസ്ഥാനവും ഒരു സമൂഹവും ഒന്നായി മുന്നോട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സാമൂഹ്യ ബാധ്യത നമുക്കെല്ലാം ഉണ്ട്. ആ സാമൂഹ്യ ബാധ്യത നിലവിളിച്ച് ഏറ്റവും നല്ല ഏത് ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോഴും ഏറ്റവും നല്ല മനുഷ്യനാകാൻ, മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അധ്യക്ഷ ഭാഷണം ചുരുക്കുന്നു. ഈ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം. Respected Panchayat President Kaliyasheri, President PCR Bank, Secretary KCAU, Secretary PCR Bank, other esteemed guests on the dais and as well as this side, and to the parents who are present here, to our young achievers and to every single person who is present, illa varakum namaskaram. So first of all, before I begin, I want to extend my appreciation as well as congratulations to the PCR Bank, which has taken up this initiative of facilitating the young achievers. Because today, this facilitation marks the celebration of your hard work, of your consistency, of your discipline that you have shown throughout the year. So before I begin, a very big congratulations to the organizers of this event and also to our students who have achieved A+, which is a very big deal. So now I'll be telling you a few things that have helped me to come across in all these years, which might help you as well. First, I'll be talking about power of choice. So till 10th and till 12th, we see that what my friend is studying, we are also studying the same. And if they are given the option of science, you are also studying from the same science textbook. But from now on, especially to 12th students, from now on you will have a power to choose.
which you were not given before. But this should be, a choice. This should be a choice, an informed choice. You should know what you are choosing. You can take up anything. You can take up MBBS, you can take up humanities, you can take up engineering, you can take up anything and everything in this world. But that should be an informed choice. You should be aware of what you are choosing. That is the first thing. Because you have to be very cautious. That does not mean I'm scaring you, but you have to be careful and cautious of what you are choosing. Because every choice will shape your life. So, for instance, long ago, like 8-10 years ago, I chose humanities because I had this dream in mind to write civil services. I have written the exam, I have taken the exam, and I'm here. So, that one particular decision will shape your life. So, be very cautious, be very careful, take help of your mentors, take help of your parents, and every single person you can take help of, and then choose. That is the first thing. Second, now that you have chosen something, okay, for instance, I thought I'll take civil services, but next, what is the step? So every direction, every dream should have a direction. You should know where you are going. For instance, if you are starting on a journey to travel to, for instance, Himalayas or somewhere, if you do not know the way, how are you going to go? So that knowing the way is very important. So second point is, dream should have a direction and dream should also have a purpose. Nowadays, it is good that you have got higher marks, but understand that marks are not everything. What matters is how you are taking up values. Value-based education, value-based knowledge should be the priority. Like, you should know how we exercise empathy, compassion, and the character is what matters the most. Marks are definitely important. They open you the gates of a lot of things. But build a character that is spoken of you. That should be your reputation. So one is values. Values are like very, very important. And second is purpose. Why exactly do you want to become a doctor? Why exactly you want to become a teacher? It could be anything. Why exactly you want to become a member of this bank? So something like that. So have a purpose. Decide. Why should be very clear. Okay, if at all you do, if it's not even clear, at least in the journey you should have the clarity of why I have chosen this dream. That is the second thing. Third thing I would like to say is utilization of time. So after 12th, after 10th, these are your prime years. These are like very, very important years and you cannot afford to waste them. Someone who is putting in a lot of hard work in their 17, 18 teenagers and early 20s, they will reach somewhere, and if you don't put your hard work, you will be standing there only. So my advice to you would be, do not waste your time. Especially nowadays, we have a lot of distractions. We have social media, we have our mobile phones, we have a lot of other things. So I would request you all, I would urge you all to not waste your time. Utilize your time effectively, but you should balance your time. It should be academically as well, and at the same time you should also have something like extracurricular activities. So the fourth point I want you to have is develop a skill or a hobby that makes you feel lively out of this routine educational schedule. For instance, you are studying every single day, you are putting in a lot of efforts every single day, but it shouldn't become a routine. You should also have a skill. You can have painting as your skill, you can have some reading, you can pick up a novel, you can pick up a book, you can pick up newspaper, you can do anything, you can do pottery. So develop a skill, because having a skill is very important to have a balanced and holistic education and knowledge. That is another thing. And another one last thing I would like to say is consistency. In particular, like aspirants journey, students journey, you should always be focused on knowledge, how to grasp knowledge. So whatever you're doing a task, if you're reading a book for instance, you should do it 100%. The focus should be 100%, and you have to take it up every single day. For instance, after this you will be preparing for some NEET examinations or something like that. So one day you pick up the book, tomorrow you don't pick up the book, it will not work. So always consistency should matter. So wherever I go, for instance, a lot of aspirants or students ask me, how many hours did you study for this examination? So then that is a wrong concept. You should definitely have a minimum number of hours, but studying 14 hours does not mean you will become some doctor or an IAS officer or something like that. No.
what you study in that 14 hours, what you study in that particular 5 hours is what matters. So always do a task with 100% focus, and then definitely you will have the results whatever you are desiring. So I would just like to say that dream big, have the courage to dream big. No dream is small or big, I would say, but you should dream with direction. And at the same time, I would like to urge the parents who are here that be their support. For instance, throughout my journey, my parents were my constant support. Even when I faced failures, they were there with me. So I would request the parents to not question their children that, okay, why didn't you achieve this in the first attempt, or why didn't you do this? Instead of questioning them, maybe you can sit with them, understand what the problem is, and together all of you can achieve the goal. Like I say it everywhere I go, that a dream is not just a child's dream, it is a family's dream. It is a teamwork. It requires every single person to be involved in that to achieve that particular dream. So I urge the parents to be a part of their journeys, whether it's immediate success or a postponed or delayed success, be a part of them. And also I urge the teachers, if they are here, to also be a constant mentor and guide to them throughout their journey, so that they are not clueless in the middle of the journey. And at the last, I would like to again extend my gratitude to the PCR Bank organizers who have organized a very good event to felicitate you all. So, and also for having me here. So thank you so much for having me here. To all the PCR bank staff and president and to every single person. So thank you. May you all be winners in your life. May you all achieve everything that you desired. But remember, excellence is not just, it is not just a one-day thing. It should become a habit. Now that you have achieved A+, you have to always think of achieving excellence in all the journeys that will be coming ahead. So all the very best to every single person here. So thank you all. Thank you, Madam. Honorable Kannur Sub-Collector Eftada Muhassir IAS. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ PCR ബാങ്ക് യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീ സുനിൽകുമാർ സംസാരിക്കും. അതിന് അദ്ദേഹത്തെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകർ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ബാങ്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ SSLC +2 രംഗത്തും നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ കുട്ടികളെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിച്ച് വരുന്നുണ്ട്. കഠിനമായ പ്രവർത്തനത്തിലൂടെയും അതുപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെയും വീട്ടിലും സ്കൂളുകളിലും നല്ല രീതിയിൽ പഠനം നടത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഈ കൈവരിച്ചിട്ടുള്ള കുട്ടികളെ നമ്മുടെ ജീവനക്കാരുടെ സംഘടനയായ കോപ്പറേറ്റീവ് എംപ്ലോയീസിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്, അനുമോദിക്കുകയാണ്. അതിലുമുപരി അവരെ ഈ രീതിയിൽ പ്രാപ്തരാക്കിയിട്ടുള്ള അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും എംപ്ലോയീസിന് വേണ്ടി ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയാണ്. അവർക്കിനിയും നല്ല രീതിയിൽ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഒരു 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങളെല്ലാവരും സ്കൂൾ വിട്ട് അനുമോദനം ഏറ്റുവാങ്ങി പെട്ടെന്ന് പോകണം എന്നുള്ള മനസ്സോടെ ഇരിക്കുന്നവരാണ്. ആ മനസ്സ് വായിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികൾ രാവിലെ വന്ന് സ്കൂളിൽ വന്ന് വൈകുന്നേരം ഇവിടെ വന്ന് ഈ അനുമോദനം ഏറ്റുവാങ്ങാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അധികം മുഷിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. പുതിയ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ഈ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ മുഴുവൻ ചിലപ്പോൾ നമ്മൾക്കാർ ഉപരി നമ്മുടെ കുട്ടികളെ ഉള്ളം കയ്യിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ പ്രത്യേക വർത്തമാന കാലഘട്ടത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ നമ്മുടെ കുട്ടികളെ പുറകെ വട്ടമിട്ട് പറക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും വളരെയേറെ ജാഗ്രതയോടെ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്.
അതുകൊണ്ട് എൻ്റെ കുട്ടികൾ, ഞങ്ങളുടെ കുട്ടികൾ നിലയിൽ പഠിക്കുക, നല്ല പൗരന്മാരെ വളരുക, അതിനാവശ്യമായ നിലയിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ എല്ലാ ഇതുപോലെ അനുഭവ സദസ്സുകളിലും ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. കുട്ടികളും രവീന്ദ്രൻ മാസ്റ്ററുമായിട്ടുള്ള, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്ററുമായിട്ടുള്ള ഒരു അഭിമുഖം കാണാൻ ഇടയായിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ? എന്താണ് വിദ്യാഭ്യാസത്തിന് നിർവചനം എന്നുള്ളത്? കുട്ടികൾ അവരുടേതായ കുറേ നിർവചനങ്ങൾ മാഷൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും മാഷ് വളരെ സിമ്പിളായി ഒരു ആൻസർ നൽകിയിട്ടുണ്ട്. മനുഷ്യനായി കാണുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ് ആ വേദിയിൽ വെച്ച് മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ വിജയത്തിൻ്റെ എത്ര ഉന്നതിയിലെത്തിയാൽ, നമ്മൾ പഠിച്ച് വളർന്ന് എത്ര മുകളിലെത്തിയാൽ, നമ്മളെ വളർത്തി എടുത്ത് ഇങ്ങനെ ഈ നിലയിൽ എത്തിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ രക്ഷിതാക്കളെ കൂടെ നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ കഴിഞ്ഞാൽ രാവിലെ 8 മണി മുതലോ 9 മണി മുതലോ തുടങ്ങി വൈകുന്നേരം 5-6 മണി വരെ ഞങ്ങളുടെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്ന നമ്മുടെ അധ്യാപകരുണ്ട്. അവരെയും നമുക്ക് ചേർത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരാളുടെയും വളർച്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ സമൂഹമുണ്ട്. ആ സമൂഹത്തെ ചേർത്ത് പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വളർന്ന് ഉന്നതിയിലെത്തിയാൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ കഴിവുകളും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി നമുക്ക് എത്രത്തോളം വിനിയോഗിക്കാൻ കഴിയും, പൊതുസമൂഹത്തിന് വേണ്ടി എത്രത്തോളം പകർന്ന് കൊടുക്കാൻ കഴിയും, അങ്ങനെ കഴിയുന്നിടത്താണ് ഞങ്ങളുടെ വിജയം പൂർണ്ണമാകുന്നത് എന്ന് എൻ്റെ കുട്ടികളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ ഉത്തമ പൗരന്മാരായി ഈ രാജ്യത്തിൻ്റെ, കാരണം പുതിയ തലമുറയാണ് നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ കരുത്ത്. ആ നിലയിൽ നല്ല പൗരന്മാരായി വളർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നമ്മുടെ ജീവനക്കാരുടെ സംഘടനയായ കോപ്പറേറ്റീവ് എംപ്ലോയീസിന് വേണ്ടി ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. 100% വിജയം നേടിയിട്ടുള്ള സ്കൂളുകളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി 100% വിജയം കൈവരിച്ചിട്ടുള്ള മോറാഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മോറാഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അധ്യാപകരെയും അതുപോലെ തന്നെ PTA ഭാരവാഹികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കണ്ണൂർ സബ് കളക്ടർ എഫ്തദ മുഹസിർ IAS അവരുടെ ക്ഷണിക്കുക. അടുത്തതായി പറശ്ശിനിക്കടവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ ഭാരവാഹികളെ ക്ഷണിക്കുകയാണ്. സ്കൂളിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി അരോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകരെയും PTA ഭാരവാഹികളെയും ക്ഷണിക്കുകയാണ്. അടുത്തതായി EMS സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പാപ്പനശ്ശേരി 100% വിജയം നേടിയിട്ടുള്ള EMS സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെയും PTA ഭാരവാഹികളെയും ക്ഷണിക്കുകയാണ്. KPR ഗോപാലൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ കല്യാശ്ശേരി അധ്യാപകരെയും PTA ഭാരവാഹികളെയും ക്ഷണിക്കുകയാണ്. പിന്നീട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന് MSc ബോട്ടണിയിൽ 2nd റാങ്കോട് കൂടി ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള അനന്യ കലാതര. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഫിലോസഫി 3rd റാങ്ക് നേടിയിട്ടുള്ള
കാവ്യ പ്രദീപ് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാവ്യ പ്രദീപ്. പിന്നീട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA അറബിക്കിൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള റിസ മുജീബ്. റിസ മുജീബ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി BA പൊളിറ്റിക്കൽ സയൻസിൽ സെക്കൻഡ് റാങ്ക് നേടി ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള ഷോണിമ വാസൻ. അടുത്തതായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc മൈക്രോബയോളജിയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള കീർത്തന പ്രദീപ്. കീർത്തന പ്രദീപ്. അടുത്തതായി 2024-25 വർഷത്തിൽ നിക്ഷേപ സമാഹരണത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബ്രാഞ്ചിനുള്ള ഉപഹാരം നൽകുന്ന ചടങ്ങാണ്. ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ചത് കൂളിച്ചാൽ ബ്രാഞ്ചാണ്. PCR ബാങ്കിലെ കൂളിച്ചാൽ ബ്രാഞ്ചാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബ്രാഞ്ചിലെ ബന്ധപ്പെട്ട ജീവനക്കാരെ ക്ഷണിച്ചോളും. പിന്നീട് 2024-25 കുടിശ്ശിക നിവാരണ യജ്ഞത്തിൽ ഏറ്റവും അടുത്തതായി 2024-25 വർഷത്തിൽ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ വ്യക്തിഗത ഇനത്തിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച ജീവനക്കാരനുള്ള ഉപഹാരം നൽകുന്ന ചടങ്ങാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മാനേജർ ശ്രീ അശോക് കുമാർ അവരെ ക്ഷണിക്കും. അടുത്തതായി ഹയർ സെക്കൻഡറി മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ആൽഫബറ്റിക് ഓർഡറിലാണ് വിദ്യാർത്ഥികളെ വിളിക്കുന്നത്. ആ ആൽഫബറ്റിക് ഓർഡറിലായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. A മുതലാണ് ആരംഭിക്കുന്നത്. അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ഈ വേദിക മുന്നിലേക്ക് വന്ന് ഇരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് അബീന ജനീറ്റ വിക്ടർ. അബീന ജനീറ്റ വിക്ടർ. പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾ ആൽഫബറ്റിക് ഓർഡറിൽ ഈ വേദിക്ക് മുന്നിലേക്ക് വന്നിരിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. അഭിജിത്ത് M, son of Anish Kumar K. അഭിജിത്ത് M. അഭിഷേക് C, അഭിഷേക് C, son of Anil Kumar P. അമയ് ഗിരീഷൻ T, അമയ് ഗിരീഷൻ T. അനന്യ ദിനേശ്. അഞ്ജന C, അഞ്ജന C. അനശ്വര ഗണേശൻ, അനശ്വര ഗണേശൻ. അനുഗ്രഹ ഗണേശൻ. വർഷം SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനമാണ്. ഒന്നാമതായി ആദിദേവ് C, son of പ്രഭാകരൻ C. ആദികൃഷ്ണ, son of രാജേഷ് P. ആവണി അങ്ങോട്ട് പോയി നിന്നോ, അതിലേ കൂടി പോയിക്കടി, അതിലേ കൂടി എളുപ്പം. ആദികൃഷ്ണ, son of രാജേഷ് P. ആദിത്യ അനിൽ, ആദിത്യ അനിൽ. ആദിത്യ C,
son of Nigesh C. Aditya C, son of Nigesh C. Adya Rajesh. എ ആൽഫബറ്റിക്കൽ തുടങ്ങുന്നവർ ഈ വേദിക്ക് മുന്നിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യ രാജേഷ്, ഡോക്ടർ ഓഫ് ചന്ദ്രൻ. അർപ്പിത് കെ പി, അർപ്പിത് കെ പി. ആവണി പ്രശാന്ത് നാരായൺ, ആവണി പ്രശാന്ത് നാരായൺ. അഭിനന്ദ് എം കെ, അഭിനന്ദ് എം കെ, സൺ ഓഫ് വിജയകുമാർ. അഭിനന്ദ് എം വി, സൺ ഓഫ് സജീവൻ എം വി. അഭിനന്ദ് എം വി, സൺ ഓഫ് സജീവൻ എം വി. അഭിനവ് പി എം, സൺ ഓഫ് ഷിബു പി എം. അഭിനവ് പി എം, സൺ ഓഫ് ഷിബു പി എം. അഭിരാം എം കെ, അഭിരാം എം കെ, സൺ ഓഫ് അശോക് കുമാർ പി വി. ആദിത്യ രാജീവൻ. എ ആൽഫബറ്റിക്കിലുള്ളവർ ഈ വേദിക്ക് മുന്നിലായി പെട്ടെന്ന് എത്തിച്ചേരണം. ആദിത്യ രാജീവൻ, സൺ ഓഫ് രാജീവനം. ആദ്യ കെ, ആദ്യ കെ, ഡോക്ടർ ഓഫ് സുഗസൻ കോമൽ. ആദ്യ കെ. ആദ്യ പി, ഡോക്ടർ ഓഫ് സന്ദീപ് കെ. ആദ്യ പി. അദീന അജിത് കുമാർ ടി, അദീന അജിത് കുമാർ ടി. ആദിത്യ രാജേഷ്, ആദിത്യ രാജേഷ്. ആദിയ എം, ആദിത്യ രാജേഷ്. ആദിയ എം, ആദിയ എം, ഡോക്ടർ ഓഫ് അഭിലാഷ് എം. അദ്വൈത് സി എം, അദ്വൈത് സി എം, സൺ ഓഫ് സച്ചിദാനന്ദനി. അഹമ്മദ് ബിലാൽ, അഹമ്മദ് ബിലാൽ, സൺ ഓഫ് റഫീഖ് കെ. ആകാശ് പി, ആകാശ് പി, സൺ ഓഫ് രാജൻ. ആകാശ് പി വി, സൺ ഓഫ് പി വി അശോക് കുമാർ. ആകാശ് പി വി, സൺ ഓഫ് പി വി അശോക് കുമാർ. അഖില പി എം, ഡോക്ടർ ഓഫ് അബ്ദുൽ സലാം കെ വി. അഖില പി എം. അഖിന ഇ, അഖിന ഇ, ഡോക്ടർ ഓഫ് അനിൽകുമാർ. അഖിന ഇ, ഡോക്ടർ ഓഫ് അനിൽകുമാർ. അക്ഷത കെ, അക്ഷത കെ, ഡോക്ടർ ഓഫ് അജയ് കുമാർ കെ. അക്ഷത കെ. അമൽ ദേവ് യു, അമൽ ദേവ് യു, സൺ ഓഫ് ബംജു യു. അമൽരാജ് ടി വി, സൺ ഓഫ് രാജീവൻ ടി വി. അമൽരാജ് ടി വി. അമാൻ ഷസിൻ ടി വി. അമർത്യ അരുൺ, അമർത്യ അരുൺ. അമേഘ് കെ,
അമേക്ക് സൺ ഓഫ് രാഗില പി. അമേക് കെ. എടുക്കണം